ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. ഇത്തവണത്തെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. CSK ആരാധകർക്ക് സന്തോഷം നൽകുന്ന ചില കാര്യങ്ങൾ ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഇന്ന് നടന്ന മത്സരത്തിൽ കേരളത്തിന് വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നു. 10 വിക്കറ്റിന്റെ ഒരു തകർപ്പൻ വിജയമാണ് ഒഡീഷയ്ക്കെതിരെ കേരളം സ്വന്തമാക്കിയിട്ടുള്ളത്. ആദ്യം ബാറ്റ് ചെയ്ത ഒഡീഷ 7 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസാണ് എടുത്തിരുന്നത്. ഇത് അനായാസം മറികടക്കാൻ കേരളത്തിന് സാധിക്കുകയായിരുന്നു. അതായത് സൂപ്പർ താരങ്ങളായ സഞ്ജു സാംസൺ, അതുപോലെ തന്നെ രോഹൻ കുന്നുമേൽ എന്നിവരുടെ ഒരു ഇന്നിങ്സ് ആണ് കേരളത്തിന് തകർപ്പൻ വിജയം സമ്മാനിച്ചിട്ടുള്ളത്. 41 പന്തുകളിൽ നിന്ന് 6 ഫോറുകളും ഒരു സിക്സറും നേടിക്കൊണ്ടാണ് സഞ്ജു സാംസൺ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയിട്ടുള്ളത്. അതായത് സഞ്ജു ഇന്നത്തെ മത്സരത്തിൽ 51 റൺസാണ് നേടിയത്. പക്ഷെ ഈ മത്സരത്തിലെ കേരളത്തിന്റെ യഥാർത്ഥ വിജയശില്പി അത് രോഹൻ കുന്നുമേലാണ്. ഒരു തകർപ്പൻ സെഞ്ചുറി നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 60 പന്തുകളിൽ നിന്ന് 10 ഫോറുകളും 10 സിക്സറുകളും നേടിക്കൊണ്ടാണ് രോഹൻ കുന്നുമേൽ 121 റൺസ് സ്വന്തമാക്കിയത്. സഞ്ജുവിന്റെ ഈ ഒരു അർദ്ധ സെഞ്ചുറി നേട്ടം അത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ആരാധകർക്ക് ഒരൽപ്പമെങ്കിലും സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും. കാരണം സഞ്ജു CSK താരമായതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഇന്നിങ്സ് ആയിരുന്നു ഇത്. എന്നാൽ അതിനേക്കാൾ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം അത് അവരുടെ സൂപ്പർ താരമായ ഉർവിൽ പട്ടേലിന്റെ ഇന്നിങ്സ് ആണ്. അതായത് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ഒരു വെടിക്കെട്ട് സെഞ്ചുറി നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വെടിക്കെട്ട് പ്രകടനമാണ് അദ്ദേഹം പുറത്തെടുത്തിട്ടുള്ളത്. ഗുജറാത്തും സർവീസസും തമ്മിലായിരുന്നു മത്സരം. ആദ്യം ബാറ്റ് ചെയ്ത സർവീസസ് 182 റൺസാണ് സ്വന്തമാക്കിയത്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഗുജറാത്ത് 8 വിക്കറ്റിന്റെ വിജയം സ്വന്തമാക്കി. കേവലം 37 പന്തുകളിൽ നിന്ന് 119 റൺസാണ് ഉർവിൽ പട്ടേൽ സ്വന്തമാക്കിയിട്ടുള്ളത്. 10 സിക്സറുകളും 12 ഫോറുകളും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. T20 ഫോർമാറ്റിൽ ഒരു ഇന്ത്യൻ താരം നേടുന്ന ഏറ്റവും വേഗതയേറിയ 3ാമത്തെ സെഞ്ചുറിയാണ് ഇത്. വരുന്ന IPL ഉർവിൽ പട്ടേലിനെ ചെന്നൈ സൂപ്പർ കിങ്സ് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തും എന്നാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അവരുടെ മറ്റൊരു പ്രതീക്ഷയായ ആയുഷ് മാത്ര ഇന്നത്തെ മത്സരത്തിൽ നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. 15 പന്തുകളിൽ നിന്ന് കേവലം 18 റൺസ് മാത്രമാണ് മാത്രയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഉർവിൽ പട്ടേലിന്റെ ഈ ഒരു ഇന്നിങ്സ് അതവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.